അയ്യോ, രക്തം വരുന്നല്ലോ. ശീഘ്രം പൊടിയുക, ഹോസ്പിറ്റലിൽ കൂട്ടിട്ട് പോണം. ശീഘ്രം ആവട്ടോ. ശ്രീദേവി റൂം നമ്പർ 54 ഞങ്ങൾ പുറത്ത് കാറി വെയിറ്റ് ചെയ്യാം. ഒക്കോ സന്ദർഭം മനസ്സിലാക്കി പ്രവർത്തിച്ചോ. ഡ്രസ് പിടിക്കേ. ഇതെന്നെ സാർ? സൈലൻസ് പ്ലീസ്. 64 நம்பர் பேஷண்ட் இறந்து போச்சு. சீக்கிரம் மோர்ச்சரில் போடு. போ. எஸ் டாக்டர். போயா. அத பாருங்க, 71 நம்பர் பேஷண்ட்டுக்கு தூங்குறதுக்கு ஊசி போட்டிருக்கு. 2 hours தூங்கணும். யாரும் டிஸ்டர்ப் பண்ணக்கூடாது. நீங்களும் ஜாக்கிரதை. நீங்க கூட. ഞങ്ങൾ റെഡി എവിടെ? ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. എന്ത് പറ്റി? ഒന്നുമില്ല, പോകാം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഇല്ല, നമ്മൾ പൊയ്ക്കൂടാ. പോകാൻ പാടില്ല. എന്തായി പറയുന്നത്? നമ്മൾ രണ്ടാളുടെയും കാര്യം മാത്രം ചിന്തിച്ചാ പോരാ. ഇപ്പോ ഞാൻ അലക്സിന്റെ ഈ നിന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ റൂമിലുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നത് കേൾക്ക്. അലക്സ് തിരിച്ചു പോണം. പോകണം. നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞിന് വേണ്ടി ശിക്ഷയുടെ കാലാവധി പൂർത്തിയാക്കണം. അല്ലാതെ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അലക്സ് തിരിച്ചു വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. എന്റെ ശ്രീദേവി, അമ്മോ, അലക്സ് കുട്ടിയുടെ മമ്മുഞ്ഞെ അവനവിടെ തിരിച്ചു വന്ന് കിടന്നു. അലക്സ് എന്തെങ്കിലും പറഞ്ഞ? ഇല്ല. സംഗതി ആകെ പൊളിഞ്ഞല്ലോ. എനിക്ക് എന്നെ മനസ്സിലാകുന്നില്ല. എന്താ എന്റെ ഉദ്ദേശം? ജയിലിൽ ആടുക, തിരിച്ചു വരിക. ആ ചിരി ഒന്ന് കളഞ്ഞിട്ട് കാര്യം പറ മോനെ. ആ കാര്യം പറ. ശ്രീദേവിക്കും കുഞ്ഞിനും വേണ്ടി ഇനി ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കുഞ്ഞോ? അതേ പൂക്ക, ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. മോനെ രംഗൻ,
എവിടെ പോയി? ഇവിടെയാണല്ലോ ഇട്ടത്. ஏங்க என் ஷர்ட் பாத்தீங்களா? தெரியாது. நீங்க பாத்தீங்களா? പാകലിയാ. ഇവിടെയാണല്ലോ ഞാൻ ഉണക്കാനിട്ടത്. അലക്സ് കുട്ടി എന്റെ ഷർട്ട് കണ്ടോ? ആ കണ്ടു. എന്നിട്ട് എവിടെ? ഇവിടെ ഇക്കണക്കിന് അനക്ക് കുഞ്ഞ് ജനിക്കുമ്പോ എനിക്ക് ഉടുതുണി ഉണ്ടാവൂ. ഞാൻ പറഞ്ഞതല്ലേ അവരുടെ മുന്നിൽ വേഷം കെട്ടി നിൽക്കാൻ എനിക്ക് വയ്യാന്ന്. മോളെ, നിന്റെ അവസ്ഥയെ ചേട്ടത്തിക്ക് നന്നായി അറിയാം. ഇതൊരു ചടങ്ങ് മാത്രമാ. അച്ഛനും ചേട്ടനും കൂടെ നിർബന്ധിച്ചിട്ടാ കുമാർ ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വന്നത്. ഈ അവസരത്തിൽ ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്. ஆம்பளையா? உனக்கு ரோஷம் சூடு சொர்ணம் மானம் ஏதா இருந்தா என்ன வந்தாடுறா? അയ്യോ മോനെ അലക്സ് കുട്ടി, നിനക്ക് എന്തു പറ്റി? എന്താണ്ടായേ? ഒന്നുമില്ല മുഖ. തിരിച്ച് ഞാൻ അവനെ എന്തെങ്കിലും ചെയ്ത എന്റെ ശിക്ഷയുടെ കാലാവധി നീളും. എന്റെ ശ്രീദേവിക്കും കുഞ്ഞിനും വേണ്ടി ഞാൻ എന്ത് സഹിക്കും? ലക്ഷ്മി, എന്നത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. കല്യാണം കഴിഞ്ഞാലുണ്ട്. ആ കഴിക്കും. മോളെ ശ്രീദേവി, months. 5 മാസം ഗർഭിണിയോ? What do you mean? അതെ മിസ്റ്റർ മേനോൻ. No. I can't believe this. ഡോക്ടർ, ഒരു അബോർഷൻ? നോ, ലുക്ക് മിസ്റ്റർ വിശ്വം, ഷീ ഈസ് വെരി വീക്ക്. ഇനി എന്ത് ചെയ്താലും ശ്രീദേവിക്ക് ആപത്താണ്. ഐ എം വെരി സോറി. നീയാണെല്ലാം കൂട്ടുന്നതല്ലേ? കല്യാണത്തിന് നിർബന്ധിക്കണ്ട, അവളെ വിഷമിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് നീയും അവളോട് ചേർന്ന് ഈ കുടുംബത്തെ നശിപ്പിക്കുകയായിരുന്നല്ലേടി? നിനക്ക് എന്നോട് പറയാൻ വരുന്നില്ലേ? പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം. ആ ശാപം കൂടി നമ്മൾ ഏറ്റുവാങ്ങണോ വിഷ്ണുട്ട? പാവം കുട്ടി, അവൾക്കിത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോ പൊറുക്കാനാവാത്ത അപരാധമാണെങ്കിൽ കൂടി എല്ലാം മറന്ന് അവളെ അനുഗ്രഹിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാനൊരു സ്ത്രീയല്ലേ? ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ തുടിക്കുന്ന എന്റെ ഹൃദയം വിഷ്ണുട്ടൻ അറിയുന്നില്ലേ?
നമ്മൾ ഇനി എങ്ങനെ തല ഉയർത്തി നടക്കും? മേലെ വീട്ടിലെ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് വെച്ചാൽ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാമെന്ന് നമുക്ക് ആലോചിക്കാം. പിന്നെ നമ്മൾ തീരുമാനിച്ച കല്യാണം എടോ, അത് നടക്കാതെ വന്നാൽ? മേനോൻ ചേട്ടാ, ആപത്ത് സമയത്ത് കൈവിടുന്നവനല്ല നല്ല സുഹൃത്ത്. ഞാൻ എപ്പോഴും ചേട്ടന്റെ കൂടെ ഉണ്ടാവും. അങ്കിൾ, ഇപ്പോഴും ശ്രീദേവിയെ വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ സ്നേഹം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ സമാധാനത്തോടെ ചെല്ല്. നമ്മൾ തീരുമാനിച്ച പോലെ ഈ കല്യാണം നടക്കും. ശരി.